അപ്പോ വെൽക്കം ടു ദ ഷോ. നമുക്ക് പരിചയപ്പെടാം ഓരോരുത്തരെയും. അഭിലാഷ് സർ, ഡയറക്ടർ. പറയൂ സർ, സാറിനെ കുറിച്ച്. ഞാൻ അഭിലാഷ് ദേവൻ. ഇപ്പോ ഇന്നലെ റിലീസായ റൂം നമ്പർ 17 എന്ന് പറയുന്ന പടത്തിന്റെ ഡയറക്ടറാണ്. തമിഴ്നാട്ടിൽ കഴിഞ്ഞ 29-ാം തീയതിയായിരുന്നു പടം റിലീസായത്. അവിടെ ഇപ്പൊ 20 ദിവസം കഴിഞ്ഞ് പടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇന്നലെ ഞങ്ങൾ മലയാളത്തിൽ കേരളത്തിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. തമിഴ് പടമായിട്ട് തന്നെയാണ് കേരളത്തിൽ പടം വന്നേക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചയും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടെ കേരളത്തിൽ എത്തിയിരിക്കുന്നതാണ്. ഇവിടെ നായിക അഞ്ജു പാണ്ഡ്യ. വെൽക്കം. പറയൂ. എന്റെ പേര് അഞ്ജു പാണ്ഡ്യ. തമിഴിലെ എന്റെ ഫസ്റ്റ് മൂവിയാണ്. മലയാളത്തിലെ ഞാനൊരു 7 മൂവീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൊഫഷണലി ഞാനൊരു എയർഹോസ്റ്റസ് ആയിട്ട് വർക്ക് ചെയ്യാണ്. പിന്നെ ഇതിന് മുമ്പ് ഞാൻ ചെയ്തൊരു വർക്കാണ് MIT മൂസ എന്ന് പറഞ്ഞിട്ടൊരു വർക്ക്. അതിനുശേഷം എനിക്കൊരു വലിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഇൻ ബിറ്റ്വീൻ ഞാൻ കുറച്ച് സിനിമ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയൊരു വലിയൊരു മൂവി തന്നെ പറയാം, റൂം നമ്പർ 17. നമ്മുടെ നായകൻ അഖിൽ പ്രഭാകർ. നമസ്കാരം. എന്റെ തമിഴിലെ ഫസ്റ്റ് മൂവിയാണ്. തമിഴില് ആദ്യമായിട്ട് ചെയ്തത് തമിഴിലാണ്, പക്ഷെ അത് റിലീസായില്ല. റിലീസാവുന്ന തമിഴിലെ ഫസ്റ്റ് മൂവിയാണ്. ഇതിൽ ഞാൻ സെക്കൻഡ് ഹീറോ ആയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. കാർത്തിക് എന്നാണ് ക്യാരക്ടറിന്റെ പേര്. പടം റിലീസായിട്ടുണ്ട്. നല്ല അഭിപ്രായങ്ങളുണ്ട്. ഓക്കെ, അതിനപ്പുറം നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടപ്പെട്ട ആളാണ് നമ്മുടെ പ്രൊഡ്യൂസർ ഡോക്ടർ അമർ രാമചന്ദ്രൻ സാർ. പറയൂ. എന്റെ പേര് ഡോക്ടർ അമർ. ഞാൻ ഒരു ഗൈനക്കോളജിസ്റ്റ് കണ്ണൂർ വർക്ക് ചെയ്യാണ്. റൂം നമ്പർ 17 എന്ന് പറഞ്ഞ പടത്തിന്റെ പ്രൊഡ്യൂസറാണ്. അതിനകത്ത് ചെറിയൊരു വേഷം, തിരക്കില്ലാത്തൊരു വേഷം ചെയ്തിട്ടുണ്ട്. അല്ല, ഞാനേ ഇവരെല്ലാരും ഭയങ്കര ഒരു ഒതുങ്ങിയിരുന്ന് സംസാരിക്കുന്നു. അതായത് ചെറിയ ഒരു അഹങ്കാരികളാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം എന്താ, തമിഴ്നാട്ടിൽ റിലീസ് ചെയ്തു, ഇത് സേഫ് ആണ്. അപ്പൊ ഇവർ ഇനിയിപ്പോ ഇവിടെ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിലാണ്. എന്താ എങ്ങനെ ചെയ്യുന്നത്? മുഖം കണ്ടില്ലേ? അല്ല, കാരണം നിങ്ങൾ സാധാരണ ഒരു സിനിമ പ്രൊമോഷൻ ഒക്കെ വരുമ്പോ എല്ലാവരും എന്ത് ചെയ്യാം, അത്യാവശ്യം എനർജറ്റിക് ആയിട്ട് സംസാരിക്കും. ഇത് ചുമ്മാ വേണമെങ്കിൽ ചെയ്യാം. നേരത്തെ പുറത്തുനിന്ന് കണ്ട ഫാക്ടറി നിങ്ങളൊക്കെ ഭയങ്കര ജോലിയായിരുന്നു. ഇപ്പൊ ഇവിടെ വന്നിട്ട് നിങ്ങളെ കെയർ പിടിച്ചപ്പോ ഞങ്ങള് ചായ കുടിക്കുമ്പോ കണ്ട നിങ്ങളല്ലേ ഇപ്പൊ. അതായിരുന്നു കാര്യം. ഞാൻ വിചാരിച്ചതല്ലേ, ഞങ്ങള് നിർബന്ധിച്ച് ഞങ്ങളവിടെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് വേണ്ടിട്ട് എന്തോ തരുന്നത് തോന്നിയേ. അങ്ങനെയൊക്കെ തോന്നിയ അത് വളരെ മോശമായിപ്പോയി. അത് നമുക്ക് നല്ലൊരു ഫ്രണ്ട്ലി മൂഡിൽ അങ്ങ് പോവാം. അതല്ലേ നല്ലത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് സിനിമയെ കുറിച്ച് എല്ലാവരും അറിയണം. യാത്ര കുതിരയാവണ്ട. ഓക്കെ, അപ്പൊ വിശേഷങ്ങള് നമ്മുടെ പ്രൊഡ്യൂസറോട് തുടങ്ങാം. പ്രൊഡ്യൂസറിന് ഈ ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്ത രണ്ടാമത്തെ മൂവി അല്ലേ ഇത്? അഭിലാഷിന്റെയും പ്രശാന്ത് ഏട്ടന്റെ അതേപോലെ ഔസഫ് സാറിന്റെ ഈ ഒരു ടീമിന്റെ കൂടെ രണ്ടാമത്തെ മൂവിയാണ്. ഇവരുടെ ആദ്യത്തെ മൂവി ഈ മൂവിയിലോട്ടും വന്നപ്പോ ശരിക്കും എന്തൊക്കെ പ്രതിസന്ധികൾ, അത് കേൾക്കാനാ ജനങ്ങൾക്കൊക്കെ താല്പര്യം. ഫിനാൻഷ്യലി ആണോ? അല്ല, ഇവരുടെ സ്വഭാവം കൊണ്ടൊക്കെ ഉള്ള പ്രതിസന്ധികളൊക്കെ ഞാൻ പ്രതിസന്ധി പിന്നെ പറയാം. കാരണം ഞാൻ എന്ത് പറഞ്ഞാലും അവിടെ കൗണ്ടർ വരും. പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ പറയുന്നതല്ലേ ബെറ്റർ. ആയിക്കോട്ടെ. ഡയറക്ടർ പറഞ്ഞു കൊടുക്കാം, എന്തൊക്കെയായിരുന്നു ആ സെറ്റിലെ അനുഭവങ്ങള്? സിനിമയിലേക്ക് വരാം, കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അല്ല, എനിക്ക് ഡോക്ടറെ പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് പടം ചെയ്തു. അത് ലോക്ക്ഡൌൺ സമയത്തായിരുന്നു ഫിനിഷായി. അത് കുറെ അവാർഡൊക്കെ വാങ്ങി. ലോക്ക്ഡൌൺ കഴിഞ്ഞ് അത് റിലീസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാൻ വന്ന സമയത്ത് ഞാൻ പോയി. ഇത് അവാർഡ് എപ്പോഴും ഒരു ക്രെഡിറ്റ് ആണ്. ചില ഡിസ്ട്രിബ്യൂട്ടർമാരുടെ അടുത്ത് ഇതൊരു അവാർഡ് കിട്ടിയ സിനിമയാണെന്ന് പറഞ്ഞപ്പോ അവാർഡ് സിനിമയാണോ എങ്കിൽ ഞങ്ങൾക്ക് ആലോചിക്കണം എന്ന അവസ്ഥ. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം എന്നെ വിശ്വസിച്ചു RB ചൗധരി സാറിന്റെ അടുത്ത് പറഞ്ഞേ, സാറിന്റെ അടുത്ത് ഈ പടത്തിന് വേണ്ടി പോയതാണ്. ഡിസ്ട്രിബ്യൂഷൻ സാർ ഈ പടം ചെയ്യണം, സാറിന്റെ മകന്റെ പടമല്ലേ എന്തായാലും. എന്റെ മകന്റെ പടമൊക്കെ തന്നെ ഇതൊക്കെ നല്ല പടമാണോ എന്നുള്ള ചോദ്യമൊക്കെ അതൊക്കെ. അപ്പൊ നമ്മളൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് സാർ ഞങ്ങളെ കഴിഞ്ഞ പടത്തിന് കുറെ അവാർഡ് കിട്ടി. അവിടെ പുറത്ത് കണ്ടില്ലേ കുറെ എണ്ണം നിരത്തി വെച്ചിട്ടുണ്ട്. അത് തുടക്കാൻ പോലും ആളില്ല.
അവാർഡിലൊന്നും ഒരു കാര്യമില്ല, റിവാർഡിൽ മാത്രമേ കാര്യമുള്ളൂ. ഞാൻ ഈ ചങ്ങനും തുറച്ചു നോക്കി. അപ്പൊ ഞാൻ ഭയങ്കര സങ്കടത്തിൽ, എനിക്ക് സങ്കടമായി. കാരണം 2 കോടി രൂപ മുടക്കിയിട്ട് ഡോക്ടറെ നഷ്ടപ്പെടുത്തിച്ചേക്കുള്ളൂ. ഡോക്ടർ ഫോൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ബിയറൊക്കെ അടിച്ച് ഫോൺ ചെയ്യാനുള്ള ധൈര്യം വേണം. ഞാൻ ഫോൺ ചെയ്യാം, ഡോക്ടറെ ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളെ 2 കോടി രൂപ നശിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറെ അവാർഡ് കിട്ടിയെന്നതിനപ്പുറം അത് റിലീസ് ചെയ്യാൻ ആരും തയ്യാറാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടത്തിൽ കരഞ്ഞോണ്ടാണ് വിളിക്കുന്നത്. അപ്പൊ ഡോക്ടർ ഏതോ സർജറി കളയുന്ന ഫോട്ടോ എടുത്തിട്ട് അങ്ങനെയൊന്നും പറയില്ല. പ്രൊഡ്യൂസർ മാത്രമല്ലല്ലോ, തള്ളലാണ് ആവശ്യമുള്ളത് മാത്രം എടുക്കുക. എന്നിട്ട് അപ്പം പോയെങ്കിൽ 2 കോടി രൂപയെ പോയിട്ടുള്ളൂ. നമ്മൾ ചെയ്ത സിനിമ അത്രയും മനോഹരമാണ്, നമുക്ക് അത്രയും അവാർഡ് കിട്ടി. നീ അതിനെപ്പറ്റി ഓർത്ത് എന്തിനു നീ വിഷമിക്കുന്നു? നീ എന്തിനാണ് നീ അടുത്ത പടത്തിനുള്ള സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞു. എന്റെ കളിച്ചിലൊക്കെ അപ്പഴേ പോയി. ഞാൻ ഭയങ്കര ഹാപ്പി. പിന്നീടാണ് ഡോക്ടറെ വൈഫ് എന്നെ വിളിച്ച് പറഞ്ഞത്, അന്ന് രാത്രി മൊത്തം കളിച്ചില്ല. എന്താ ഒരു മോട്ടിവേഷൻ എന്ത് നല്ല സ്ക്രിപ്റ്റ് റൈറ്റർ ആണെന്ന് മനസ്സിലായി. നറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അതിലാണ് വേണ്ടത് നമ്മള്. എനിക്ക് ഒറ്റ ഒരു ഇതേ ഉള്ളൂ, ഈ നറേഷനിൽ ഇനി ഒരൊറ്റ പ്രൊഡ്യൂസർ വീട് പോകും. എന്റെ അവസ്ഥ എന്തായാലും ഇതിനൊക്കെ നല്ലൊരു പ്രതിഫലം ഈ ഒരു സിനിമയിലൂടെ നിലവിൽ ഇതുവരെ, അത് നോർമലി നമ്മുടെ സിനിമ ഈ മലയാളത്തിലാണെങ്കിലും ഒക്കെ കാണാം, പടം ഇറങ്ങുന്നതിന് മുമ്പാണ് പ്രൊമോഷൻ ഒക്കെ ചെയ്ത്. ഇതിപ്പം പടം ഇറങ്ങി 2 ദിവസം ഓടിയതിനു ശേഷം ഒരു പ്രസ് മീറ്റ് വിളിക്കാനും, പ്രസ് മീറ്റും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കാൻ അതിനൊരു ധൈര്യം വേണം. കാരണം ആ പടം അത്യാവശ്യം ഒരു ജനങ്ങളിലേക്ക് എത്തി എന്ന് തോന്നുമ്പോഴാണ് ഇങ്ങനെ ഒരു കോൺഫിഡൻസ് കിട്ടുന്നത്. അപ്പൊ അത് താങ്കൾക്കും അത് ഫീൽ ചെയ്തില്ലേ? ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞ് ഇപ്പൊ തമിഴ്നാട്ടിൽ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു, അപ്പൊ ആ ഒരു ഫീലിംഗ് വരുന്നില്ലേ? ഇത് വെക്കാനുള്ള മേജർ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കേരളത്തിൽ ഇറക്കണോ വേണ്ടതെന്ന് നമുക്കൊരു ഡൗട്ട് ആയിരുന്നു. തമിഴ്നാട്ടിൽ തന്നെ ഇറക്കണമെന്ന് ഡൗട്ടോട് കൂടിയായിരുന്നു നമ്മൾ ആദ്യം സേഫ് ആക്കി കളിക്കുക എന്നുള്ളതായിരുന്നു. അപ്പം അഭിലാഷ് ത്രൂ നമ്മൾ അവിടുത്തെ കുറച്ച് പ്രൊഡ്യൂസേഴ്സുമായിട്ട് സംസാരിച്ച് അവർക്ക് പടം കാണിച്ചപ്പോഴാണ് നമ്മൾ പ്രൊഡക്റ്റ് കുഴപ്പമില്ല എന്ന് മനസ്സിലായത്. കാരണം കുറെ പ്രാവശ്യം കണ്ടു കഴിയുമ്പോൾ നമ്മൾ തന്നെ ജഡ്ജ്മെന്റ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ഇത് ആൾക്കാർ സ്വീകരിക്കോ ഇല്ലയോ എന്ന് നമുക്ക് തന്നെ മനസ്സിലാകുന്നില്ല. അപ്പൊ അവരെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് തമിഴ് കൾച്ചറിന് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു കണ്ടന്റ് ആണ്. അത് മാത്രമല്ല നിങ്ങളുടെ ടെക്നിക്കൽ ടീം വളരെ സ്ട്രോങ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ. ഇപ്പൊ സൗണ്ട് ആണെങ്കിലും ബാക്കി മ്യൂസിക് ആണെങ്കിലും എല്ലാ സംഭവങ്ങളും നല്ലതാണ്. ഇത് തിയേറ്ററിൽ നിന്ന് നല്ല രീതിയിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ ഒന്ന് കാണണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ തമിഴ്നാട്ടിൽ ഇറക്കിയത്. ഇപ്പം തമിഴ്നാട്ടിൽ ഇറക്കുന്ന അതേ സമയം ഇവിടെ ഇറക്കാനുള്ള കപ്പാസിറ്റി ഒന്നും നമുക്കില്ല. 2 സൈഡും നമുക്ക് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ തമിഴ്നാട്ടിൽ ഇറക്കി 2 ആഴ്ച നല്ല വൃത്തിയായിട്ട് ഓടിക്കഴിഞ്ഞപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആയി ഇത് കേരളത്തിൽ ഇറക്കാന്നുള്ളത്. അപ്പം കേരളത്തിൽ ആക്ച്വലി ആദ്യം നമ്മൾ പ്രൊമോഷനൊക്കെ പ്ലാൻ ചെയ്തത് അത് വേറെ ചില നമ്മുടെ ഭാഗത്തുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് നടക്കാതെ പോയതാണ്. അപ്പൊ ഇപ്പോഴെങ്കിലും നടത്താൻ പറ്റിയല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൽ ഇറക്കിയതിനു ശേഷം നമുക്ക് 1-2 ഷോസ് ഒക്കെ കൂടി കിട്ടി, 1-2 എക്സ്ട്രാ തിയേറ്റർ കിട്ടി. അപ്പോഴേക്കാണ് നമ്മൾ പെട്ടെന്ന് ഇതിനെ കുറിച്ച് തീരുമാനിച്ചത്. ഞങ്ങളെപ്പോലുള്ള പ്രമുഖ വ്യക്തികളെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചു. അതെ, സ്പെഷ്യലി എന്നെ കാണാൻ പറ്റിയില്ലേ? ശരിയല്ലേ? അതെ അതെ ഫീൽ ചെയ്യുന്നില്ല? പക്ഷെ അവിടെ ദുഃഖമില്ല, കണ്ടില്ലേ? പ്രൊഡ്യൂസറിന് ഭയങ്കര സന്തോഷമല്ലേ കണ്ടപ്പോ? എനിക്ക് യാതൊരു സന്തോഷമില്ല എന്റെ ഭാര്യ അറിയുന്നതിനായിട്ട്. അയ്യോ, ഞാൻ അതെനിക്കില്ല കേട്ടോ. നമ്മുടെ അഖിൽ പ്രഭാകർ ചതി മൂവിയിലൂടെയൊക്കെ നല്ല അവാർഡുകളൊക്കെ നേടി അത്യാവശ്യം നല്ല രീതിയിൽ മലയാള സിനിമയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എങ്ങനെ ഇപ്പം എത്രാമത്തെ സിനിമ ചെയ്തു? എത്ര സിനിമ ചെയ്തു? 12 മൂവിയോളം ചെയ്തു. നല്ല രീതിയിൽ അത്യാവശ്യം ചെയ്യുമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അല്ല, ആദ്യത്തെ സിനിമ റിലീസ് ആയില്ല എന്ന് പറഞ്ഞില്ലേ? ഫസ്റ്റ് മൂവി ആയിരുന്നില്ലേ? അപ്പൊ അത് ഭയങ്കര ഒരു ഫീലിംഗ്, ആ സമയത്ത് ഫീലിങ്സ് എന്തായിരുന്നു? ആദ്യത്തെ സിനിമ ഫസ്റ്റ് മൂവി ആയിരിക്കുമല്ലോ. ശരിയാണ്, ഞാനത് അറിഞ്ഞില്ലായിരുന്നു, ഇപ്പോഴാണ് മനസ്സിലായത്. ആദ്യത്തെ സിനിമ ഫസ്റ്റ് മൂവി പറയാൻ പറ്റില്ല. ചിലപ്പോ ഒരു ഹോട്ടലിൽ ചെയ്തിട്ടുണ്ട് സിനിമ.
നമ്മള് കുറച്ച് ഓഡിഷനും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെയാണ് ഒരു സിനിമയിലേക്ക് വന്നത്. അപ്പൊ എനിക്ക് ഞാൻ മലയാളം സിനിമയുടെ ഓഡിഷന് പോയതാണ്. അപ്പൊ അവിടെ ഒരു തമിഴ് ടീം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ 2 സിനിമയിലേക്കും ഞാൻ സെലക്ട് ആവുകയും ചെയ്തത്. അപ്പൊ ഒത്തിരി ഓഡീഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 15 ഓഡീഷനോളം അറ്റൻഡ് ചെയ്തിട്ട് അങ്ങനെ കിട്ടുന്നതാണ്. അപ്പൊ ലീഡ് ക്യാരക്ടേഴ്സ് ആയിട്ട് 2 സിനിമയിൽ എനിക്ക് കിട്ടിയത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ നമ്മള് ഒട്ടും വിചാരിക്കുന്നില്ലല്ലോ. അങ്ങനെ തമിഴിന്റെ ഒരു 5-8 ദിവസത്തെ ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു. കുറെ ഡയലോഗ് സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ തംഗ്ലീഷിലൊക്കെ എഴുതി അതൊക്കെ ബൈ ആയിട്ട് ചെയ്ത് അങ്ങനെ കുറെ എഫേർട്ട് എടുത്ത് ആ ഷൂട്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നെയാണ് പോയത്. മൊത്തം ഷൂട്ട് തീർന്നായിരുന്നു. പിന്നെ അതിന്റെ എന്തോ ക്ലൈമാക്സിൽ എന്തോ മിസ്റ്റേക്സ് കാര്യങ്ങൾ വന്നിട്ട് ഡയറക്ടറിനെ നോക്കിയാൽ കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി അത് റിലീസ് ചെയ്യിപ്പിച്ചില്ല. അങ്ങനെ പോയതാ. ആദ്യത്തെ പടം ഇറങ്ങാത്ത മിക്ക നായകന്മാരും മിക്ക നടന്മാരും അവര് ഭാവിയിലേക്ക് വലിയ ലെവലിലേക്ക് എത്തിയിട്ടുള്ള ചരിത്രമാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. അപ്പൊ അതൊരു ഗുരുത്വം അല്ല എന്താ പറയാ ഏതെങ്കിലും ഒരു 10ാമത്തെ 11ാമത്തേക്ക് ഇറങ്ങാണ്ടായ പ്രശ്നമുണ്ടോ? അതേതാ അല്ല അത് എന്റെ കാര്യത്തിൽ കുറച്ച് ചോദിച്ചാൽ ഞാൻ ഹിറ്റ് ആവുമെന്ന് അറിയില്ലല്ലോ. നമുക്ക് ഇതിലൂടെ ഇട്ടേക്കാം. ഓക്കെ, അപ്പൊ ഈ സിനിമയുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞോ. ഇതില് ഞാൻ സെക്കൻഡ് ഹീറോ ആയിട്ടാണ് ചെയ്തത്. കാർത്തിക് എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഞാൻ ഇതുവരെ ചെയ്തതിൽ നിന്ന് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു. കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഒത്തിരി ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെ കൂടുതലായിരുന്നു. കുറച്ച് നല്ല രീതിയിൽ പണിയെടുക്കേണ്ടി വന്നൊരു സിനിമയായിരുന്നു. അതിന്റെയൊക്കെ ആ ഒരു റിസൾട്ട് നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ കിട്ടുന്നുണ്ട്. ഷൂട്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ക്രൂ ഒക്കെ നല്ല രസമായിരുന്നു. ഈ ഇന്റർവ്യൂല് കാണുന്നില്ല, അതിനേക്കാളും ഒരു ഇരട്ടിയായിരുന്നു അവിടെ. സെറ്റിലും കാര്യങ്ങളൊക്കെ നല്ല ഫണ്ണായിരുന്നു. പ്രൊഡ്യൂസർ ഒഴികെ അവിടെ പോവാനേ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ മെയിൻ നായക വേഷം തന്നെ തരാൻ പറഞ്ഞ് വാശി പിടിക്കത്തില്ലായിരുന്നു. എന്നിട്ട് വേണം ഈ വേഷം കൊടുക്കാൻ. അത് സൂപ്പർ. ഓക്കെ, നമ്മുടെ നായികയുടെ വിശേഷം സുഖമായിരിക്കുന്നു. കുറച്ച് ബിസ്ക്കറ്റ് പോക്കറ്റിലുണ്ട്. അല്ല മുട്ടായി കൊണ്ടുപോയാ എന്റെ ബാഗിലുള്ള എല്ലാ സാധനങ്ങളും കട്ടെടുക്കും. ബാഗിൽ എന്തൊക്കെയുണ്ട് ആക്ച്വലി? ബാഗിൽ എന്തൊക്കെയുണ്ട്? എന്നോടെല്ലാം എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും, നീ ഓരോ എവിടെയും കുടുങ്ങി പോവാണെങ്കിൽ ഓരോ ആഴ്ച കഴിക്കാനുള്ള സാധനം സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റ്. ശരീരത്ത് കാണുന്നില്ല. എന്താ അറിയില്ല. അത് തെറ്റി. ശരിയല്ല മനസ്സ് ശരീരത്തിന് പിടിക്കും. നമ്മുടെ MIT ന്യൂസിൽ വന്ന ആ ഒരു ലുക്കേ അല്ലല്ലോ, എന്താ മാറിപ്പോയെ? നല്ല ഉണ്ടല്ലോ. കുടിക്കണമെന്നൊന്നും എവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവന്ന് കുളിച്ചായിരുന്നു. പിന്നെ ഞാൻ ഭയങ്കര ഡീസന്റ് ആയിട്ട് രാവിലെ എണീറ്റു എന്റെ കാര്യങ്ങൾ ചെയ്തു. ഇവരെയൊക്കെ ഞാൻ വിളിച്ച് ലൈക്ക് റെഡി ആവുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ എന്റെ ഡേ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ വന്നില്ല, നമ്മൾ അതിനകത്ത് മുങ്ങിപ്പോയി. MIT ന്യൂസിൽ നിന്നുള്ള ആ ലുക്ക് ഒക്കെ ചേഞ്ച് മനഃപൂർവ്വം ഒരു മാറ്റം വരുത്തിയതാണോ? ഇഷ്ടം പോലെ മൂവികൾ വെയിറ്റ് ചെയ്യുന്നു. വയസ്സായി പറഞ്ഞ നമ്മള് നമ്പർ കൊണ്ട് ചിലപ്പോ പക്ഷെ ഈ വഴിയിലൊക്കെ കണ്ടില്ലേ, ഈ ചാവും തോറും നല്ല ഭംഗിയല്ലേ വരിക. പിന്നെ അത് വിസ്തരി MIT ചെയ്യുമ്പോ പിന്നെ MIT ചെയ്യുന്ന സത്യം പറഞ്ഞില്ല ഈ പറഞ്ഞ പോലെ തന്നെയായിരുന്നു. ഞങ്ങള് ഈ ഏകദേശം നമ്മള് രാവിലെ വരും, അവിടെ കിടന്നുറങ്ങും, അപ്പം തന്നെ എണീക്കും, എന്നിട്ട് നേരെ പോയി സീനിലിരിക്കുക. അതൊരു ഫാമിലി പോലെയായിരുന്നു. നമ്മളങ്ങനെ ഇതിനായിട്ട് നമ്മൾ വലിയ മേക്കപ്പ് ഇടാനോ, ഇത് മേക്കപ്പ് അല്ല
ഇല്ല, മനസ്സിലായി, ഞങ്ങൾക്ക് മനസ്സിലായി. കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ലാതെ ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഷൂട്ട് ചെയ്തത്. പിന്നെ ആ സമയത്ത് ഞാൻ +1 പഠിക്കുന്ന സമയമാണ്. ഇപ്പൊ പിന്നെ കുറച്ച് മാറല്ലോ. നമ്മുടെ ഈ സിനിമയുടെ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അനുഭവമായിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മള് ഈ സിനിമ ഫീൽഡ് എന്ന് പറയുമ്പോൾ എല്ലാരും കേട്ടിട്ടുണ്ടാവും, അഡ്ജസ്റ്റ്മെന്റ് എന്നൊരു കാര്യമുണ്ട്. അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഈ മനുഷ്യനെ ഞാൻ ഏതൊരു ലൊക്കേഷനിൽ പോയാലും എന്നെ ഒരു പെണ്ണായിട്ട് കണക്കാക്കാറില്ല. എനിക്കറിയില്ല എന്താണെന്നുള്ള നിനക്കപ്പോ ആഗ്രഹമുണ്ട്. ഒരു പെണ്ണിനെ ഉണ്ടാക്കി വെച്ചിരിക്കുക എന്തോന്ന് പറയും. എന്താ കേക്കട്ടെ? അത് ഞങ്ങൾ പണ്ടോട്ടേ പറഞ്ഞു തരുന്നത്. അത് പെണ്ണാണെങ്കിൽ ആളാണെങ്കിൽ ഒരു ചെറുക്കനുണ്ടാക്കി വെച്ചേക്ക ഒരു ഫിനിഷിംഗ് ഇല്ലാതെ എപ്പോഴും പറയുന്നതിനും പറഞ്ഞേ എന്നാലും ചെയ്യുന്നത് പെണ്ണിനെ ഉണ്ടാക്കി വെച്ചിരിക്കുക ഒരു ഫിനിഷിംഗ് ഇല്ലാതെ. അപ്പൊ ഞാനിപ്പോ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങള് എനിക്ക് ഒരു പ്രാവശ്യം എങ്ങനെ ഞാൻ ഇതൊരു ഫേസ് ചെയ്തിട്ടുള്ളൂ. അതും ക്യാരക്ടർ കിട്ടണമെങ്കിൽ അങ്ങനെയല്ല പറഞ്ഞ ത്രൂ ഫോൺ കോൾ. എനിക്ക് ടച്ച് വുഡ് ഇതുവരെയായിട്ട് അത്ര വലിയ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. പക്ഷെ ഒരു പ്രാവശ്യം ചെയ്തു അതിന് ഞാൻ നല്ലതുപോലെ പിന്നെ അവർ വിളിച്ചില്ല, അതെന്താന്ന് എനിക്കറിയില്ല. അവൻ എന്നോട് വിളിച്ചു പറഞ്ഞു, അഞ്ചു ഒരു മൂവി ഉണ്ട്. പിന്നെ ഓഫീസിൽ നമ്മൾ ഫോട്ടോസ് വീഡിയോസ് സെൻഡ് ചെയ്യണം. ഓക്കെ ഞാൻ സെൻഡ് ചെയ്തു. അപ്പൊ എന്നോട് പറഞ്ഞു അതൊന്നും വേണ്ട, അഞ്ചുവിന്റെ റോള് പക്കയാണ്, ലീഡ് റോളിലാണെന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ. പിന്നെ എന്നോട് പറഞ്ഞു 5 പേർക്ക് ഒറ്റക്ക് വന്നാൽ മതി. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്ത് പറ്റി? എന്നോട് പറഞ്ഞു അല്ല അങ്ങനെ വന്നാൽ മതിയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ബഡ്ജറ്റ് ചെറിയ പടമാണ്, പക്ഷെ 5 പറയുന്ന പൈസ എന്തായാലും തരുന്നു. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ അവരോട് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാൻ ഞാൻ സംസാരിച്ചോട്ടെ ചോദിച്ചു. അപ്പൊ ആ പറഞ്ഞോളൂ, അല്ല ചേട്ടാ ഇപ്പൊ നമ്മളിപ്പോ വരികയാണെങ്കിൽ എന്തായാലും ഒരു റൂം എടുത്തു തരുമല്ലോ, അല്ലാതിരിക്കില്ലല്ലോ. അപ്പൊ പറഞ്ഞു ആ എടുത്തരും. അപ്പൊ ഞാൻ പറഞ്ഞു രാത്രി എന്റെ അമ്മ ഞാനും എവിടെ കിടക്കുന്നതെന്നുള്ള ആരും വന്നിട്ട് നമ്മൾ റൂമിൽ നോക്കാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് അവിടെ ലാഭമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഫുഡ് കൊണ്ടുവരുമ്പോ നമ്മുടെ വലിയ കെറ്റിലല്ലേ ഫുഡ് കൊണ്ടുവരും, അതിന് 3 ആൾക്ക് കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാവൂലേ ചേട്ടാ? അപ്പൊ അത് ശരി. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ എന്തെങ്കിലും ലൊക്കേഷൻ എനിക്ക് പറ്റിപ്പോയി, അപ്പൊ ഞാൻ തന്നെ ഓട്ടോറിക്ഷ വിളിച്ച് പോകേണ്ടി വരുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഇവർക്ക് കാര്യം മനസ്സിലായി. 5 പിന്നെ വിളിക്കണം. ഞാൻ പറഞ്ഞു അയ്യോ ആ വിളിക്കാനുള്ള പൈസയും കൂടെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ പടം എങ്ങനെയും രക്ഷപ്പെട്ടു പോയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അത് മാത്രമേ എനിക്കൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളൂ. പിന്നെ അവര് വിളിച്ചിട്ടേ ആ പടം അറിയാം ഏതാന്ന് പോലും എനിക്കറിയില്ല. അത് നമ്മളെ ഡിപ്പെൻഡ്സ്. നമ്മളെ നോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതൊരു ഇൻഡസ്ട്രിയിൽ നോയാ. അല്ല ഞാൻ ചോദിച്ചാൽ പൊതുവെ ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, മീൻസ് ഈ ഇൻഡസ്ട്രി അങ്ങനെയാണ് ഇപ്പൊ ആക്കി വെച്ചേക്കുന്നത്. കാരണം അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ക്യാരക്ടേഴ്സ് തരും. അതിപ്പോ അങ്ങനെയാണ്. അപ്പൊ അത് ഡയറക്ടർ ആയിക്കോട്ടെ, പ്രൊഡ്യൂസർ ആയിക്കോട്ടെ, ക്രൂ മെമ്പേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും അങ്ങനെ. അതെല്ലാം ഉദ്ദേശിച്ചത് അല്ല ജനറലി ചോദിച്ചതാ, കാരണം അങ്ങനെ ആണല്ലോ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ നമ്മള് സിനിമയെ അങ്ങനെ ഇത് പറയുന്നുണ്ട്. പക്ഷെ സിനിമ മാത്രമല്ല ഈ ഒരു കാര്യം, സിനിമ മാത്രമല്ല ഒരു ജോലിക്ക് പോയാലും എല്ലാത്തിലും സ്ഥാനക്കയറ്റത്തിനും എല്ലാം ഈ ഒരു ആവശ്യം പല സ്ഥലത്തുനിന്നും സ്ത്രീകൾ നേരിടുന്നുണ്ട്. ഞാൻ ജോബിന് പോകുന്ന ഒരാളാണ്. എസ്പെഷ്യലി നമ്മൾ ഏവിയേഷൻ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ എയർ ഹോസ്റ്റസ് എന്ന് പറയുമ്പോൾ ആദ്യം അവര് പറയാം ക്യാപ്റ്റൻസ് അങ്ങനെയല്ലേ. ഇത് എനിക്ക് ഞാനൊരു 5 years ആയി വർക്ക് ചെയ്യുന്നു. എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ പറയാണ്, ഇപ്പം ഈ ഇൻഡസ്ട്രിയിലാണെങ്കിലും ഇപ്പൊ ഫ്ലൈയിങ്ങിലാണെങ്കിലും എനിക്ക് അങ്ങനത്തെ ഒരു ബാഡ് എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഞാൻ പറയാം നോ മീൻസ് നോ ആണ് അല്ലേ. നമ്മൾ പിന്നെ അത്യാവശ്യം ഞാൻ പറയാം നമ്മുടെ കയ്യിൽ സാലറി കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തിനാണ്, ഞാൻ അങ്ങനെ ചിന്തിക്കുള്ളൂ, തിരിച്ചു പോകാനുള്ളതുണ്ടല്ലോ. പിന്നെ ഒരു യെസിന്റെ ആവശ്യമുണ്ടല്ലോ. നമുക്ക് യെസ് പറയണം എന്നുള്ള സ്ഥലമാണെങ്കിലും ഓക്കെ. ഇത് അതല്ലാതെ നമ്മൾ അത് നിർബന്ധിപ്പിക്കാനോ അങ്ങനെയുള്ളതിലൊന്നും നിൽക്കൂല. അപ്പൊ നോ എന്നുള്ള കാര്യം നമുക്ക് കട്ടൊക്കെ അവിടെ പറയാം. അല്ല ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് കാരണം നല്ല നല്ല ആർട്ടിസ്റ്റ് ഒരുപാട് പേര് പുറകിലോട്ടായി പോകുന്നുണ്ട് എന്നുള്ളത് സത്യവാസ്തവം. അല്ല ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് പേര് നമുക്ക് അറിയാം. ഒരുപാട് ഈവൻ അത് ഈ മൂവി ഈ ഇൻഡസ്ട്രിയിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോബിലാണെങ്കിൽ പോലും ഈവൻ നല്ലൊരു ജോബ് കിട്ടാൻ പോകുമ്പോൾ അവര് തന്നെ പറയും അവിടുത്തെ ബോസ് ഇങ്ങനെയാണ്. നമ്മളെ ഞാനൊരു കാര്യം ബിലീവ് ചെയ്യുന്നുള്ളൂ, നമുക്ക് കിട്ടുന്നതാണെങ്കിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്തോട്ടെ അതിന് ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, നമ്മളെ കുറ്റം പറഞ്ഞാലും ശരി, നമ്മളെ കൂടെ നിന്നിട്ടില്ലെങ്കിലും ശരി, നമ്മളെ തളർത്തിയാലും ശരി, വോട്ടെവർ ഇറ്റ് ഇസ് ബാഡ് കമന്റ്സ് ആണെങ്കിൽ ശരി, നമുക്ക് കിട്ടുന്നതാണോ. നമുക്ക് ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്തില്ല എന്ന് വരും, ബാക്കി 10 നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ടാവും. അവരെ കൂടെ നിൽക്കുക.
ഞാൻ അഞ്ജുനെ ആദ്യമായിട്ട് കണ്ടിട്ട് വിസിറ്റ് ചെയ്ത വ്യക്തിയാണ്. അഞ്ജുന ഇത് കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നു ഞാൻ അഞ്ജുനെ കാസ്റ്റ് ചെയ്യുന്നതിന് 10 ദിവസം മുമ്പ് അഞ്ജുനെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അഞ്ജുവിനൊക്കെ അവിടെ ഒരു വില്ല പോലെ ഉണ്ടായിരുന്നു. അവിടെയാണ് ഞങ്ങൾ പ്രീ പ്രൊഡക്ഷൻ താമസിച്ചിരുന്നത്. അപ്പൊ ഈ വില്ലയുടെ ഓണറുടെ മകൾ ആർട്ടിസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് എന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ കാണിക്കാനും ഞാൻ കണ്ടു. പക്ഷെ അഞ്ജുന അന്ന് ഞാൻ കാണുമ്പോൾ ഉള്ള വേഷം ഈ ജോബ് കഴിഞ്ഞിട്ട് വരുന്ന വേഷമായിരുന്നു. അപ്പൊ എന്റെ ക്യാരക്ടർ ടോട്ടലി അന്ന് നേരെ ഓപ്പോസിറ്റ്. അപ്പൊ എനിക്ക് ആ വേഷം കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ പക്ഷെ അഞ്ജുവിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഒരാൾക്ക് ചാൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ. സാറിന്റെ അനുഭവത്തില് അഖിലിനെ കണ്ടുമുട്ടുന്നത് ശരിക്കും പറഞ്ഞ ഒരു വഴിയാത്രയില് നടന്നു പോകുന്ന ഒരു തികച്ചും ഒരു അന്യനായ ഒരു വ്യക്തിയിൽ നിന്നാണെന്ന് പറയുന്നത്. അതെ. അപ്പൊ അത് ആ ഒരു അനുഭവം കൂടെ പ്രേക്ഷകരോടൊന്ന് പറഞ്ഞോളൂ. അതിന്റെ സംഭവം എന്ന് വെച്ചാൽ ഞാൻ അന്ന് ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യാം, കൊരട്ടി ഇൻഫോ പാർക്കിൽ. കാരണം ഞാൻ ആനിമേഷൻ ഫീൽഡിലായിരുന്നു. അപ്പൊ അവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ ഞാൻ ഷാലോം വേൾഡ് എന്ന് പറയുന്ന ഷാലോം ടിവിയുടെ ഇംഗ്ലീഷ് ചാനലിലാണ് വർക്ക് ചെയ്തത്. അപ്പൊ അതിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നതിന് ഞാൻ കൊരട്ടിയിലാണ് താമസിക്കുന്നത്. അപ്പൊ അവിടെ താമസിച്ചിട്ട് ഞാൻ ഈവനിങ്ങിൽ ഒരു ദിവസം ഇങ്ങനെ വാക്കിങ്ങിന് പോകുമ്പോഴാണ് അതിനെ കാണുന്നത്. അതിനെ കണ്ടു കഴിഞ്ഞപ്പോ കാണാനൊക്കെ എളുപ്പമുള്ള ഒരു പയ്യനാണല്ലോ, ഇവനെ അഭിനയിപ്പിച്ചാൽ കൊള്ളാലോ. അന്ന് ഈ സിനിമയുടെ കഥയൊന്നും വന്നിട്ടില്ല. നമ്മൾ ഇതിനെ പറ്റി ചിന്തിക്കില്ല, വേറെ പ്രോജക്റ്റുകളൊക്കെ ഉണ്ട്, എന്നാലും കൊള്ളാലോ എന്ന് തോന്നിയിട്ട് ഞാൻ അവനോട് അങ്ങോട്ട് ചോദിക്കുകയായിരുന്നു, അഭിനയിക്കാനൊക്കെ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാനിപ്പോ 1-2 അഭിനയിച്ചു. അപ്പൊ ഞാൻ ഓക്കെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. പിന്നെ ഈ കഥ വന്നപ്പോ എനിക്ക് ഈ ക്യാരക്ടർ വന്നപ്പോ എനിക്ക് പെട്ടെന്ന് ഞാൻ ഓർമ്മ വന്നു. അപ്പൊ ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അതിലേക്ക് ഇതാണെന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ഡോക്ടറെ ബന്ധത്തിലുള്ള ഒരു ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്തു ആ ക്യാരക്ടറിന് വേണ്ടി. അപ്പോ ഞാനിത് അറിയുന്നില്ല. ഞാനിത് അറിയാതെ ഞാൻ ഡോക്ടർ ഒരു ദിവസം വിളിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു, മറ്റേ ക്യാരക്ടർ ഞാൻ ഇങ്ങനെ ഒരു പയ്യനെ പറഞ്ഞു കേട്ടോന്ന് പറഞ്ഞു. അപ്പൊ അവൻ ഒരുവിധം തമിഴിൽ അറിയപ്പെടുന്ന ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റ് മാത്രമല്ല, അത് അതിന്റെ അകത്ത് വേറൊരു സംഭവം ഉണ്ട്. സ്വന്തക്കാരാകുമ്പോൾ കാശ് കുറച്ച് കൊടുത്താൽ മതി. അല്ല കേൾക്കൂ, ഇതെന്താ സംഭവിച്ചത്? അപ്പൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞു. അപ്പൊ ഞാനൊന്ന് ഡൗൺ ആയി ഇത് കേട്ടപ്പോ. ഡോക്ടർക്ക് എന്തോ ഒരു ഡൗട്ട് വന്നിട്ടുള്ളത് എന്താ, ഞാനിങ്ങനെ ഒരു പയ്യനെ വാക്ക് കൊടുത്തു, അവനിങ്ങനെ ആണോ, അയ്യോ അതിപ്പം ഞാൻ മറ്റൊരു വാക്ക് കൊടുത്തു പോയല്ലോ. എന്നിട്ട് പുള്ളി പെട്ടെന്ന് എന്റെ അടുത്ത് ചോദിച്ചു, അല്ല ഈ പയ്യൻ എങ്ങനെയാണ്, അവൻ എത്ര സിനിമ ചെയ്തു എന്ന് ചോദിച്ചു. അപ്പൊ നോക്കുമ്പോ മറ്റേ ആളിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്രയും സിനിമ ചെയ്തിട്ടുള്ളതല്ല, അതുപോലെ തമിഴിൽ അറിയപ്പെടുന്ന ആളുമല്ല. അപ്പൊ ഞാൻ എന്തുകൊണ്ടും അഖിലിനെ അപ്പം കാസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, അവൻ 1-2 സിനിമ ചെയ്തിട്ടുള്ളൂ, പിന്നെ ക്യാരക്ടർ വൈസ് നല്ലൊരു പയ്യനാണ് എന്നുള്ളതൊക്കെ കൊണ്ട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മറ്റൊരു നമ്മൾ പടം കൊടുത്തില്ലെങ്കിലും പടം കിട്ടും. പക്ഷെ യവന് നമ്മൾ കൊടുക്കണം, യവനില്ലാതെ നമ്മൾ വേറെ ഒന്നിനെ പറ്റി ആലോചിക്കേണ്ട, അവൻ നമ്മളെ പടത്തിൽ ഉണ്ടാവണമെന്ന്. അത് ഡോക്ടറുടെ ഏറ്റവും നല്ലൊരു മനസ്സായിരുന്നു. അങ്ങനെയാണ് അതിൽ ഈ സിനിമയിലേക്ക്. അപ്പൊ ഈ ഒരു അനുഭവത്തിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം അഞ്ജു നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യമാണ്, നമുക്ക് വരാനുള്ള ചാൻസുകളും നമ്മുടെ അവസരങ്ങളും ഒക്കെ നമ്മളിലേക്ക് തന്നെ എത്തിച്ചേരും. അത് വരും, അത് ഞാൻ പറയാം. അത് ഏതോ ഒരു ശക്തി എവിടെയുണ്ട്, എനിക്കറിയില്ല അത് എന്താണെന്നുള്ളതൊന്നും. ഇപ്പൊ ഞാനാണെങ്കിലും പല സ്ഥലങ്ങളിലും എടുത്ത ഡിസിഷൻസ് ഒക്കെ ഭയങ്കര റോങ് ആയി പോയിട്ടുണ്ട്. ഇപ്പൊ ഒരു സിനിമേന്റെ കാര്യം വരികയാണെങ്കിലും ശരി, ഞാൻ റിജക്ട് ചെയ്ത 2 മൂവി ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. ആ ചെയ്ത ആളിപ്പോ വിജയിന്റെ കൂടെ അഭിനയിച്ചു. അപ്പൊ ഞാനൊരു ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജ് ഒക്കെ ഉണ്ടായിരുന്നു. അയ്യോ എന്താ പറ്റുന്നത്, എടുക്കുന്നപ്പോ റോങ് ആയോ എന്നൊക്കെ. പക്ഷെ ആ സമയത്താണ് നമ്മുടെ കോവിഡ് വന്നത്. കോവിഡ് വന്നു കഴിഞ്ഞപ്പോഴാണ് എല്ലാ ഇൻഡസ്ട്രിയും ഡൗൺ ആയി. ആ സമയത്താണ് എസ്പെഷ്യലി നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി, ആ സമയത്താണ് ടച്ച് വുഡ് എന്റെ ഈ ഒരു പ്രൊഫഷൻ കാരണം ഞാൻ ഒരുപാട് സ്ഥലത്ത് ട്രാവൽ ചെയ്തു. ആ ഒരു ടൈമിൽ ഞാൻ എന്താ പറയാ ഒറ്റപ്പെട്ടു എന്നുള്ളൊരു സംഭവം എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി എവിടെയോ എന്തോ ഒന്ന് നമ്മള് താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒന്ന് പൊക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചെയ്തിട്ടുണ്ട്. അത് ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് കൊണ്ടാണ്. അതൊന്നും ചെയ്തിട്ടില്ല, 1-2 മതി നമ്മൾ വിശ്വസിക്കാൻ. അപ്പൊ വേറെ സിനിമയിലേക്ക് പോകല്ലേ? സമയമുണ്ടോ കൂടെ? സമയമുണ്ടോ? അതെയോ? 7 മണിക്ക് തിരിക്കണം. ഓക്കെ, നമുക്ക് ഫാസ്റ്റ് ആക്കാം. ഓക്കെ, അപ്പൊ നമ്മള് സിനിമയിലേക്ക് ഓക്കെ. ഓക്കെ, നമ്മള് ഈ സിനിമയിലേക്ക് വരുമ്പോഴേ നമ്മൾ ഡയറക്ടർ സാറിനോട് ചോദിക്കാനുള്ളത്, കാരണം ഈ സിനിമയിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഇത്രയും ക്രൂ മലയാളികളുണ്ട്,
എന്നിട്ട് ഒരു തമിഴ് സിനിമ എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ ഒരു അതായത് ഒരു നിർമ്മാതാവ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഇപ്പൊ ഒരു സംവിധായകനൊക്കെ വരുമ്പോൾ അവർക്ക് ആക്സെപ്റ്റൻസ് കുറവായതുകൊണ്ടാണോ, കാരണം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ കയറി പറ്റാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ ഇങ്ങനെ തമിഴ് സെലക്ട് ചെയ്യാൻ കാരണം? ഞാൻ ഈ പറയുന്ന കാര്യം നാളെ മലയാള ഇൻഡസ്ട്രി എങ്ങനെ എടുക്കുന്ന എനിക്കറിയില്ല. പക്ഷെ ഞാൻ ജനിച്ചു വളർന്നതൊക്കെ തമിഴ്നാടായത് കൊണ്ട് തമിഴ്നാട്ടില് തമിഴ് പടം എടുക്കാനുള്ള കൂടുതൽ താല്പര്യമുണ്ട്. എന്നാലും മലയാളത്തിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കാരണം എന്റെ ഗുരുനാഥൻ മലയാളിയാണ്, മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്ത ആളാണ് തമ്പി കണ്ണന്താനം. അപ്പൊ അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ മലയാളത്തിൽ എനിക്കൊരു 3-4 വർഷം കൊണ്ട് ഞാൻ പഠിച്ചൊരു കാര്യം, തമിഴ് ഇൻഡസ്ട്രിയിലെ അത്രയും പ്രൊഫഷണലായിട്ട് ഉള്ള രീതിക്കല്ല മലയാള സിനിമ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ നാളെ ഇത് എങ്ങനെ എടുക്കുന്നു എന്ന് എനിക്കറിയില്ല. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഈ സത്യമല്ല എന്നുള്ളതാണെങ്കിൽ ഞാൻ പറയുന്നത് അതായത് എനിക്കിപ്പം തമിഴ് ഇൻഡസ്ട്രിയിൽ രജനി സാറിനെ വേണമെങ്കിൽ ഞാൻ ഒരു മാസം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റും, മീറ്റ് ചെയ്യാൻ പറ്റും. വിജയ് സാറിനെ വേണമെങ്കിലും മീറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാവർക്കും ഒരു ഓഫീസുണ്ട്, അവിടെ ഒരു മാനേജർ ഉണ്ടാവും. നമ്മൾ ആ ഓഫീസിൽ പോയാൽ മതി. എല്ലാ ആർട്ടിസ്റ്റിനും, ഒരുവിധം അറിയപ്പെടുന്ന എല്ലാ ആർട്ടിസ്റ്റിനും സ്വന്തമായ ഓഫീസുണ്ട്. ഞാൻ എന്ന് പറയുന്ന ഒരു പുതിയ ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം അവരെ മീറ്റ് ചെയ്യുന്നത് ഇവിടത്തെ പോലെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ജെനുവിനാണെങ്കിൽ ആ മാനേജർ മാക്സിമം ഒരു മാസത്തിനുള്ളിൽ ആ ഹീറോയുടെ അടുത്ത് നമ്മളെ ഇരുത്തും. നമ്മൾ പറയുന്ന കഥ ഒരാഴ്ചക്കുള്ളിലൊക്കെ ഞാൻ ഇരുന്നിട്ടുണ്ട്, പല ഹീറോകൾക്കൊപ്പം കഥ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയുന്ന കഥയും നമ്മൾ പറയുന്ന കാര്യങ്ങളും കറക്റ്റ് ആണെങ്കിൽ നമുക്ക് പ്രൊജക്റ്റ് ആണ്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു മാനേജറോ ഒരു ഓഫീസോ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാനേജറുടെ റോൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നവരും മിക്കവരും ഈ മെയിൻ ആക്ടേഴ്സിന്റെയും ഡയറക്ടേഴ്സിന്റെയും ഒക്കെ എർത്തായിട്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവര് വഴി മാത്രമേ, നല്ല പ്രോജക്റ്റ് ആണെങ്കിൽ പോലും അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടെ ഡെഡ് ആയി പോവുക. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ഡയറക്റ്റ് അവരിലേക്ക് എത്താനായിട്ടൊരു കറക്റ്റ് വേ ഇവിടെ മലയാളത്തില് നിലവിൽ ഇപ്പം ഇല്ല എന്നുള്ള സത്യം. എനിക്ക് തോന്നുന്ന മലയാളത്തിൽ അത് വരണം, ഓഫീസുകൾ വരണം. ഓഫീസുകൾ വരികയും ഏതൊരു പുതിയ ഡയറക്ടർക്കോ അല്ലെങ്കിൽ ക്രിയേറ്റർക്കോ അതിലേക്ക് എൻട്രി ചെയ്യാനുള്ളൊരു കാരണം ഞാൻ ഈ പറയുന്ന കാര്യം നാളെ മലയാള ഇൻഡസ്ട്രി എങ്ങനെ എടുക്കുന്ന എനിക്കറിയില്ല. പക്ഷെ ഞാൻ ജനിച്ചു വളർന്നതൊക്കെ തമിഴ്നാടായത് കൊണ്ട് തമിഴ്നാട്ടില് തമിഴ് പടം എടുക്കാനുള്ള കൂടുതൽ താല്പര്യമുണ്ട്. എന്നാലും മലയാളത്തിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കാരണം എന്റെ ഗുരുനാഥൻ മലയാളിയാണ്, മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്ത ആളാണ് തമ്പി കണ്ണന്താനം. അപ്പൊ അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ മലയാളത്തിൽ എനിക്കൊരു 3-4 വർഷം കൊണ്ട് ഞാൻ പഠിച്ചൊരു കാര്യം, തമിഴ് ഇൻഡസ്ട്രിയിലെ അത്രയും പ്രൊഫഷണലായിട്ട് ഉള്ള രീതിക്കല്ല മലയാള സിനിമ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ നാളെ ഇത് എങ്ങനെ എടുക്കുന്നു എന്ന് എനിക്കറിയില്ല. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഈ സത്യമല്ല എന്നുള്ളതാണെങ്കിൽ ഞാൻ പറയുന്നത് അതായത് എനിക്കിപ്പം തമിഴ് ഇൻഡസ്ട്രിയിൽ രജനി സാറിനെ വേണമെങ്കിൽ ഞാൻ ഒരു മാസം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റും, മീറ്റ് ചെയ്യാൻ പറ്റും. വിജയ് സാറിനെ വേണമെങ്കിലും മീറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാവർക്കും ഒരു ഓഫീസുണ്ട്, അവിടെ ഒരു മാനേജർ ഉണ്ടാവും. നമ്മൾ ആ ഓഫീസിൽ പോയാൽ മതി. എല്ലാ ആർട്ടിസ്റ്റിനും, ഒരുവിധം അറിയപ്പെടുന്ന എല്ലാ ആർട്ടിസ്റ്റിനും സ്വന്തമായ ഓഫീസുണ്ട്. ഞാൻ എന്ന് പറയുന്ന ഒരു പുതിയ ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം അവരെ മീറ്റ് ചെയ്യുന്നത് ഇവിടത്തെ പോലെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ജെനുവിനാണെങ്കിൽ ആ മാനേജർ മാക്സിമം ഒരു മാസത്തിനുള്ളിൽ ആ ഹീറോയുടെ അടുത്ത് നമ്മളെ ഇരുത്തും. നമ്മൾ പറയുന്ന കഥ ഒരാഴ്ചക്കുള്ളിലൊക്കെ ഞാൻ ഇരുന്നിട്ടുണ്ട്, പല ഹീറോകൾക്കൊപ്പം കഥ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയുന്ന കഥയും നമ്മൾ പറയുന്ന കാര്യങ്ങളും കറക്റ്റ് ആണെങ്കിൽ നമുക്ക് പ്രൊജക്റ്റ് ആണ്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു മാനേജറോ ഒരു ഓഫീസോ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാനേജറുടെ റോൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നവരും മിക്കവരും ഈ മെയിൻ ആക്ടേഴ്സിന്റെയും ഡയറക്ടേഴ്സിന്റെയും ഒക്കെ എർത്തായിട്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവര് വഴി മാത്രമേ, നല്ല പ്രോജക്റ്റ് ആണെങ്കിൽ പോലും അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടെ ഡെഡ് ആയി പോവുക. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ഡയറക്റ്റ് അവരിലേക്ക് എത്താനായിട്ടൊരു കറക്റ്റ് വേ ഇവിടെ മലയാളത്തില് നിലവിൽ ഇപ്പം ഇല്ല എന്നുള്ള സത്യം. എനിക്ക് തോന്നുന്ന മലയാളത്തിൽ അത് വരണം, ഓഫീസുകൾ വരണം. ഓഫീസുകൾ വരികയും ഏതൊരു പുതിയ ഡയറക്ടർക്കോ അല്ലെങ്കിൽ ക്രിയേറ്റർക്കോ അതിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു ചാൻസ് എനിക്കൊന്ന് പുതിയ തലമുറ ആർട്ടിസ്റ്റുകളൊക്കെ അതിലേക്ക് എത്തുമെന്നാണ് എന്റെ പ്രതീക്ഷ. കാരണം തമിഴ് ഇൻഡസ്ട്രിയിൽ അവരിപ്പോ പടങ്ങൾ ചെയ്യുന്നുണ്ട്, അപ്പൊ അവരവിടെ അത് കാണുന്നുണ്ട്. അതുകൊണ്ട് അത് തന്നെ എനിക്കിപ്പം ഒന്നോ അല്ലെങ്കിൽ നാളെ അഖില് വളർന്നു വരുമ്പോൾ അഖിലെങ്കിലും അത് തുടങ്ങണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു ഓഫീസ്, ഒരു മാനേജർ, ഏതൊരു ക്രിയേറ്റർക്കും വന്ന് കഥ പറയാനുള്ള ഒരു ഏരിയ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് താങ്കൾക്കും ബാധകമാണത്.
അഖിലിന് മാത്രമല്ല താങ്കൾക്കും അത് കാണുന്നത്. അതോടെ ഉറപ്പായിട്ട് തുടങ്ങില്ല. എല്ലാം ബൂസ്റ്റ് ചെയ്തില്ല. അതെ, ചെയ്യുന്നതൊക്കെ. അതെ, കൊച്ചു, വിഷമായി. അഞ്ചു ഓഫീസ് തുടങ്ങുമ്പോൾ ഞാൻ പറയുന്നതിന്റെ ഒരു കാരണം ആ മാനേജറുടെ അവസ്ഥ ഓർത്തില്ല. പോട്ടെ, Okay. പിന്നെ ഓക്കെ, നമ്മുടെ ഈ സിനിമയുടെ ഒരു ജോണർ എങ്ങനെയാണ്? കാരണം ഈ സിനിമ പ്രേക്ഷകർക്ക് കാണാനായിട്ട് എന്ത് ട്രീറ്റ്മെന്റ് ആണ് നിങ്ങൾ പ്രത്യേകമായിട്ട് കരുതി വെച്ചിരിക്കുന്നത്? ഇത് ശരിക്കും ബോറടിക്കില്ല. 2 മണിക്കൂർ ബോറടിക്കാതെ നമ്മളൊരു സിനിമ കാണുന്നത് എന്തിനാണ്? നമ്മൾ എന്റർടൈൻ ചെയ്യണം എന്നുള്ളത് ഇതിനാണ് അല്ലേ? സിനിമ, മാജിക്, സർക്കസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ കാണുന്ന എല്ലാം ബോറടിക്കാതിരിക്കണം എന്നുള്ളതാണ്. അപ്പം ഞാൻ അങ്ങനെ കരുതുന്ന ഒരു കാഴ്ചപ്പാടിലാണ്. അപ്പൊ എന്റെ അടുത്ത് ചോദിക്കാൻ ഫസ്റ്റ് പടം അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറെ സന്ദേശം കൊടുക്കണം എന്ന് കരുതിയ സിനിമ. ഇതിലങ്ങനെ സന്ദേശം അങ്ങനെയൊന്നുമില്ല. ഇത് 2 മണിക്കൂർ ബോറടിക്കരുത്. പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുന്ന ആൾ 2 മണിക്കൂർ എൻജോയ് ചെയ്ത് കണ്ടിട്ട് പുറത്തിറങ്ങി വരണം. അതിന് നല്ലൊരു വിഷ്വൽ ട്രീറ്റും സൗണ്ടും മ്യൂസിക്കും എല്ലാം അതിനനുസരിച്ചിട്ട് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസും ഒരുവിധം നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എന്റെ പ്രതീക്ഷ. കാരണം തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച്. അതുകൊണ്ട് ഉറപ്പായും ഇതൊരു തിയേറ്ററിക്കൽ സിനിമയാണ്. തിയേറ്ററിൽ പോയി ഉറപ്പായിട്ടും കാണുന്നത് നല്ലൊരു ബോറടിക്കാത്ത ഒരു അനുഭവമായിരിക്കും. ഈ ഒരു ടൈറ്റിൽ റൂട്ട് നമ്പർ 17 എന്ന് പറയുമ്പോ ഏത് റൂട്ടിൽ കൂടെയാണ് പോയത്? അവിടെ 17 റൂട്ടൊക്കെ ഉണ്ടോ? നിങ്ങൾക്ക് ഏതൊക്കെ റൂട്ട് അറിയാം? തമിഴ്നാട്ട് റൂട്ട് இங்க பாருங்க, நம்ம தமிழ்நாட்டுல வந்து நாங்க எப்படின்னா ഞാൻ പോണ്. എനിക്ക് അറിഞ്ഞൂടാ. ഇതന്നെ പ്രശ്നം. ഞാൻ ഹിന്ദി സംസാരിക്കും. അപ്പൊ ஹிந்தி அல்ல எங்க தமிழ்நாட்டுல உள்ளவங்களே நீங்க தமிழ் பேசுங்க, ஹிந்தி ஹிந்தி பேசக்கூடாது. ஏன்னா நாங்க ஹிந்தி தெரியாதுங்க. எங்களுக்கு ஹிந்தி அப்படிங்கிற மொழி தேவைன்னா நாங்க படிச்சுக்கிறோம். ஆனா எங்களுக்கு இப்போதைக்கும் அது தேவையில்லை. ஏன்னா எங்களுக்கு எல்லா இந்தியாவில எந்த லாங்குவேஜ் ஸ்டேட்ல போனாலும் இங்கிலீஷ்ல இல்லைன்னா தெரிஞ்ச பாஷையிலே சொல்லி புரிய வச்சுக்கலாம். ஆனா எங்க மேல ஒரு லாங்குவேஜ கொண்டு வந்து திணிக்க பார்த்தாரு. அது வந்து நீங்க படிச்சுதான் ஆகணும் அப்படின்னு இது பண்ணா நாங்க ഹിന്ദി സിനിമ കിട്ടണ ഈശ്വര എന്നിട്ട് റിജക്ട് ആവണേ. പണി വരുന്നുണ്ടാവാ. ബാക്കി പോരട്ടെ. നമ്മുടെ സിനിമയുടെ വിശേഷങ്ങള്. സിനിമ ഇത് ശരിക്കും ഇത് വർക്ക് ചെയ്ത ബാക്കിയുള്ളവരെ പറ്റിയിട്ടും കൂടെ ഞാൻ പറയണം. ഇതിന്റെ ക്യാമറമാൻ പ്രശാന്ത് ഏട്ടൻ. അല്ല, ഇതിനകത്ത് വിട്ടുപോയ ഒരു മെയിൻ ആക്ടർ ഉണ്ടല്ലോ, ഹരീഷ് പെരടി, അനുജിത്തൻ രമേശ്, രണ്ടുപേരും. നമ്മളിവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിനെ ഇത്രയും നേരം പറയാതിരുന്ന മോശമായി പോയി എന്ന് ഞാൻ കരുതുക. കാരണം അത് ഇവിടെ ഇല്ലാതെ ഇരുന്നുകൊണ്ടൊരു ഇത് മറന്നുപോയതാ. ശരിക്കും അത്രയും വലിയൊരു ആക്ടർ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയതുകൊണ്ട്. പുള്ളിയിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നത്? അതായത് ഹരീഷ് ഏട്ടൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിലൊരു മെയിൻ വില്ലൻ ക്യാരക്ടർ എനിക്ക് തമിഴിൽ മാർക്കറ്റുള്ള ഒരാൾ വേണം എന്ന് എനിക്ക് ഉറപ്പായിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ചിത്തൻ രമേശ് കുറെ കാലങ്ങൾക്ക് ശേഷം റീഎൻട്രി സിനിമയിൽ ഹീറോ ആയിട്ട്. അപ്പോ അതിനനുസരിച്ചിട്ടുള്ള ഒരു വില്ലൻ അറിയപ്പെടുന്ന തമിഴ് അറിയുന്ന ഒരു വില്ലൻ. അപ്പൊ എനിക്ക് ഹരീഷേട്ടന് ആദ്യമേ മൈൻഡിലുണ്ട്. പക്ഷെ ഹരീഷേട്ടനിലേക്ക് എത്താനുള്ള വഴി എനിക്കില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് പ്രശാന്ത് ഏട്ടന് ഹരീഷേട്ടനെ ഒരുമിച്ച് പഠിച്ചതാണെന്നുള്ള. ഒരുമിച്ച് പഠിച്ചതാണ്, ഒരേ സ്കൂളിൽ പഠിച്ചതാണെന്ന്. പിന്നെ അവർ ഒരുമിച്ച് നാടകത്തിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പ്രശാന്ത് ഏട്ടനുമായിട്ട് സംസാരിച്ചു. പ്രശാന്ത് ഏട്ടനാണ് ഹരീഷേട്ടന്റെ അടുത്തേക്ക് എന്നെ എത്തിക്കുന്നത്. അപ്പൊ പ്രശാന്ത് ഏട്ടൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ ഹരീഷേട്ടൻ ഹാപ്പി ആയിരുന്നു. അങ്ങനെയാണ് ഹരീഷേട്ടൻ ഇതിലേക്ക് എൻട്രി ആവുന്നത്. എനിക്കൊന്ന് ഹരീഷേട്ടൻ ഇതിലൊരു 10ഓളം ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലെ മെയിൻ വില്ലനാണ് പുള്ളി. നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഹരീഷേട്ടൻ ഇതുവരെ ഇല്ലാത്തൊരു മേക്ക് ഓവറിൽ ഇന്നുവരെ തമിഴ് സിനിമയിൽ അങ്ങനെ ഒരു മേക്ക് ഓവറിലൊന്നും പുള്ളി വന്നിട്ടില്ല. അടുത്തൊരു മേക്ക് ഓവറിലും സംഭവത്തിലൊക്കെയാണ് പുള്ളി വന്നേക്കുന്നത്. പുള്ളി സഹദേവൻ എന്നുള്ള ആ ബാനറാണോ ഇതിനകത്ത്? അല്ലല്ല, ഇതൊരു രാഷ്ട്രീയക്കാരനാണ്. പക്ഷെ ഇത് ഒരു തമിഴ് രീതിക്കുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്. പുള്ളിയുടെ ഞാൻ ചോദിച്ചു പുള്ളിനെ കളിയാക്കിയൊന്നും അല്ല കേട്ടോ. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളില് അനാവശ്യമായിട്ടും ഇപ്പാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റോഡിന്റെ നടുക്ക് അല്ലേ മടക്കി കുത്തിട്ടില്ലേ മലയക്കോട്ടെ വാലിബൻ. ഞാൻ ഈ പറയുന്ന ട്രോളുകളും കാര്യങ്ങളും പറയുന്ന പോലെ ഒന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല.
കാരണം ആ പടത്തിന്റെ ഒരു മേക്കിങ്ങും ആ പടം പോണതും അങ്ങനത്തെ ഒരു രീതിയിൽ ഇത്തിരി ഡ്രമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ഫുള്ള് പോകുന്നത്. അതെ അതെ അതെ. അപ്പൊ പിന്നെ ആളുകൾ എന്താണ് ഇങ്ങനെ അത് ഈ റിവ്യൂസ് ഇല്ലേ ഫസ്റ്റ് ഡേ കണ്ടിട്ട് ഒരാളിപ്പോ പറയാ അടുത്തിരിക്കുന്ന ആള് നെഗറ്റീവ് പറഞ്ഞു ഞാൻ പിന്നെ ആളുടെ മനസ്സിലൊക്കെ കേറാം ഇതെങ്ങനെയായിരിക്കും അപ്പൊ. അതായത് നമുക്ക് സ്വന്തമായിട്ട് ഒരു അഭിപ്രായം അല്ലാതെ പോകുന്നതിന്റെ പ്രശ്നം. അതെ അതെ. കാരണം എന്റെ അടുത്തിരിക്കുന്നവൻ എന്ത് പറയുന്നു അതാണ് എന്റെ അഭിപ്രായം എന്ന് വരുമ്പോൾ സംഭവിക്കുന്നത്. എനിക്ക് തോന്നുന്നു ലിജോ ഇപ്പോ ഞാൻ ശരിക്കും പറഞ്ഞ ഞങ്ങൾ തമ്മിൽ വലിയ പ്രായ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ ഞാൻ പുള്ളിയുടെ ഒരു കഴിവിനെ ഇത് ചെയ്തുകൊണ്ടാണ് ഞാൻ ലിജോ സാർ എന്ന് പറയുന്നത്. ലിജോ സാറിനെ പോലുള്ള ഒരാള് ഇതുവരെ ചെയ്ത സിനിമകളുടെ ഒരു ട്രാക്ക് എടുത്ത് നോക്കിയാൽ മലയാളത്തിനും ഇന്ത്യൻ സിനിമയ്ക്കും അഭിമാനിക്കാവുന്ന സിനിമകൾ ഉണ്ടാക്കിയ ഒരാളാണ്. അദ്ദേഹത്തിൽ നിന്ന് വരുന്ന ഒരു സിനിമ ഉറപ്പായിട്ടും അത് ഒറ്റ സെക്കൻഡ് കൊണ്ടോ ഒരു ഷോ കൊണ്ടോ കണ്ടിട്ട് വിലയിരുത്തുന്ന തരത്തിലോ ഉള്ള ഒരു സിനിമ പോലും ആയിരിക്കണമെന്നില്ല. അത് നാളത്തെ സ്റ്റഡി മെറ്റീരിയൽ വരെയാവും. പണ്ട് 20 എന്ന സിനിമ ഇറങ്ങിയപ്പോ തകർത്ത കുറെ, അന്ന് ഇന്നത്തെ ഓൺലൈൻ മീഡിയാസ് ഒന്നുമില്ല, പക്ഷെ അന്ന് കുറെ മാധ്യമങ്ങൾ അതിനെ നെഗറ്റീവായിട്ട് എഴുതുകയും സിനിമ തകർന്നു പോവുകയും ചെയ്തു. പക്ഷെ ഇന്ന് പഠിക്കുന്ന അക്കാഡമിയിലെ കുട്ടികൾക്ക് ഏറ്റവും വലിയ അഭിനയത്തിന്റെയും മേക്കിങ്ങിന്റെയും ഒരു പാഠപുസ്തകമാണ് 20. അത് 25 വർഷങ്ങൾക്ക് ശേഷം കാലങ്ങൾക്ക് ശേഷം പഠിക്കാനുള്ള ഒരു മെറ്റീരിയലായി മാറും ഉറപ്പായിട്ടും. അപ്പൊ അങ്ങനത്തെ ഒരു സിനിമയെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ട്രോൾ ചെയ്യുകയും ഇങ്ങനെ നശിപ്പിക്കാനും നോക്കുന്നത്? അത് എനിക്ക് തോന്നുന്ന ഇവരെന്തൊക്കെയോ എനിക്കറിയാം എന്ന് സ്വയം കരുതിക്കൊണ്ട് ഒന്നും അറിയാതായി ഇരിക്കുന്നതിന്റെ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിക്കും ഇപ്പൊ ഹരീഷേട്ടന്റെ ഒരു ക്യാരക്ടർ താങ്കൾ പ്രതീക്ഷിച്ച ആ തരത്തിൽ തന്നെ പുള്ളി തന്നോ, ഔട്ട് തന്നോ? ഉറപ്പായിട്ടും. അതായത് ഞാൻ പ്രതീക്ഷിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ ഹരീഷേട്ടനെ സെലക്ട് ചെയ്യുന്നത് തന്നെ ഈ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത് വെച്ചിട്ടാണ്. കാരണം അതുകൊണ്ടാണ് ആദ്യമേ ഹരീഷേട്ടൻ അത് ഏറ്റവും ബെറ്റർ ആയിട്ട് പുള്ളി അതോടെ ചെയ്യുകയും ആ ക്യാരക്ടർ അവിടെ നന്നായിട്ട് ആ സിനിമയിൽ, കാരണം തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റെസ്പോൺസിൽ നിന്ന് അറിയാം അത്രയ്ക്ക് ആ ക്യാരക്ടർ ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്തു എന്നുള്ളത്. ഹരീഷേട്ടനൊക്കെ നാടകത്തിൽ നിന്ന് വന്ന ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവരൊക്കെ നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അവര് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ചെയ്തോളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ നായിക ഇനിയിപ്പം എന്തൊക്കെ പുതിയ പ്രൊജക്ടുകൾ ഏതൊക്കെയാ വന്നേക്കുന്നത്? പുതിയ പ്രൊജക്ടുകളിൽ ആസക്തി ഒന്നും വന്നിട്ടില്ല. ഡിസ്കഷൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഈ സിനിമയുടെ ഒരു അഭിപ്രായങ്ങൾ എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ പോസിറ്റീവ് നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ. എന്നോട് പറഞ്ഞെന്താ വെച്ചാൽ ഈ സിനിമ അറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് 10 മൂവി കിട്ടും. 10 മൂവീസ് കിട്ടും. ഞാൻ പറയും ഇന്നലെയും പറഞ്ഞതാ 10 മൂവീസ് കിട്ടണം. അപ്പൊ ഗ്യാരണ്ടി ആയിട്ട് ഞാൻ എന്തായാലും പ്രാർത്ഥിക്കുന്ന എന്താ അറിയാം, ഇപ്പം എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ളൊരു വർക്ക്, അത് ഞാൻ ചെയ്ത ഒരു വർക്കാണ്. കാണൂ എന്ന് പറയാനുള്ളൊരു വർക്ക് എനിക്ക് തന്നു. അത് എനിക്ക് എല്ലാവരും തരണം എന്നില്ല. കാരണം എസ്പെഷ്യലി ഞാൻ ചെയ്ത ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു റോള് എനിക്ക് തരാൻ എല്ലാവർക്കും ധൈര്യം ഉണ്ടാവണം എന്നില്ല. അപ്പൊ അത് തന്നെ പ്രൊഡ്യൂസർ സാറിനാണെങ്കിലും അഭിലാഷേട്ടനാണെങ്കിലും അത് തരാൻ കാണിച്ചൊരു മനക്കെട്ടി എനിക്കറിയില്ല അവരെന്ത് കണ്ടിട്ടാണെന്നുള്ളത്, പക്ഷെ തന്നു. അപ്പം അതിൽ ഞാൻ ഐ എം സോ ബ്ലെസ്ഡ്. ഞാൻ ഇപ്പോഴും ഒരാളോട് പറയുമ്പോ ഇനി അതേ പറയും, ഞാൻ ഈ ഒരു വർക്ക് നിങ്ങൾ കണ്ടുപോകും എന്ന് പറയാനുള്ള ഒരു വോയിസ് എവിടെയോ ഒന്ന് വന്നിട്ടുണ്ട്. അത് മേ ബി ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം എല്ലാവരും വിളിച്ച് എന്നോട് കുറച്ച് സ്റ്റോറീസ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. ഈ സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, ഏത് നിമിഷം നമ്മളെ കയ്യിൽ നിന്ന് പോകാം. അപ്പൊ അതിനെക്കൊണ്ട് ഒന്നും എല്ലാം തുടങ്ങി ചിലപ്പോ ഇനി ഷൂട്ട് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ ഞാൻ പറയാം ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ആദ്യം പറയുമ്പോൾ എനിക്ക് അങ്ങനെ ഒരുപാട് വർക്ക് പോയിട്ടുണ്ട്. ഞാൻ പറയും ഓക്കെ അടുത്ത ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരിക്കും പറയാം ഇവര് വന്നു, പൂജ തുടങ്ങി, ഈ പറഞ്ഞ പോലെ പൂജ തുടങ്ങി. എനിക്ക് തോന്നുന്നു നമ്മുടെ ഞാനൊരു വലിയൊരു നമ്മുടെ ഇപ്പോഴുള്ള വലിയൊരു സ്റ്റാർസിന്റെ കൂടെ 2 ആൾക്കാരുടെ കൂടെ ഞാനൊരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. പകുതി വെച്ചിട്ട് ഷൈൻ ടോം ചാക്കോ സാറ്റോടും നസ്രീന ചേട്ടനെ കൂടി ഞാൻ ചെയ്ത് വെച്ചിട്ട് അത് പകുതി വെച്ചിട്ട് നിന്ന് പോയി. അപ്പൊ പിന്നെ അതിനുശേഷം ഞാൻ പഠിച്ചു, ഞാൻ പിന്നെ പറയാനും നിൽക്കില്ല, നടക്കട്ടെ റിലീസ് ആവട്ടെ എന്നൊക്കെ പറയാം. എന്തായാലും ഈ ഒരു സിനിമ അത്യാവശ്യം നല്ല രീതിയിലുള്ള പോസിറ്റീവ് റിവ്യൂസ് വരുന്നുണ്ട്. അതൊക്കെ അത് അവനവന്റെ പ്രൊഫൈലിലേക്ക് ചേർക്കാൻ പറ്റുന്ന, അതായത് അവനവൻ നന്നായിട്ട് അഭിനയിച്ചു എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. പല സിനിമകളിലും ഒരാൾ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ടല്ല, ടോട്ടൽ സിനിമ നല്ല ഔട്ട് വരുമ്പോഴാണ് നമുക്കത് പുറത്തേക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ഇപ്പം അഞ്ജുവിന്റെ ആ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത് തീർച്ചയായിട്ടും കണ്ടുവരുമ്പം എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഞാനിപ്പോ ഇന്നലെ ഫാമിലിന്റെ കൂടെ പോയി കണ്ടു.
ഞാനിങ്ങനെ വിചാരിക്കും ഈശ്വര അതൊക്കെ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് പോകാൻ പറ്റുമോ. അപ്പം അങ്ങനെയല്ല. പക്ഷെ അവര് കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞ എന്താ പറയാ, അവരെല്ലാം ആ ഒരു മൂവി കംപ്ലീറ്റ്ലി കണ്ടിട്ടാണ് വിലയിരുത്തുന്നത്. അല്ലാതെ ഇതിന്റെ സോങ് കണ്ടിട്ടോ ട്രെയിലർ കണ്ടിട്ടോ അങ്ങനെയല്ല. അവര് കംപ്ലീറ്റ് ആ ഈ പറഞ്ഞ എന്തിന്റെ കാര്യമാണെന്നോ, ഇതില് 2-3 ലിപ് ലോക്ക് ഫാമിലിയാണ് കൂടെ ഇരിക്കുന്നത്. അഖിലല്ലേ പേര്? പാവം അതിന്റെ അവസ്ഥ. മനസ്സിലായില്ലേ? ഞാനിവിടെ ഇരിക്കുന്നുണ്ട്, എന്റെ അനിയനോട് ഇരിക്കുന്നുണ്ട്. ഞാൻ ഡാഡിന്റെ അടുത്ത് ആദ്യം ഇങ്ങനെ എഴുതി, പിന്നെ ഞാനതൊന്നും ഇങ്ങനെ അനിയനോട് ഞാൻ ചോദിച്ചേ, ഈ സീൻസ് ഒക്കെ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണാൻ പറ്റുമോ? ഡാഡി അപ്പൊ ഇങ്ങനെ ഇരിക്കണം. അപ്പുറമേ എടുത്തു വയ്ക്കണമെന്ന് പറയാം, മാമനെ കൂട്ടാൻ ഞാൻ നന്നായിരുന്നു. അത്രയുള്ളൂ. ആ ഞങ്ങളുടെ ഫാമിലിയിൽ അതൊരു പറഞ്ഞ അതൊരു കോമഡി ആക്കിയിട്ട് അവിടെ കഴിഞ്ഞു. പിന്നെ ഞാൻ പറയും ഇങ്ങനത്തെ സീൻസ് ആക്ച്വലി ഞാൻ അഭിലാഷേട്ടനോട് ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്, അഭിലാഷേട്ട ഇങ്ങനത്തെ ഈ കിസ്സിങ് വേണോ, ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അഭിലാഷേട്ടൻ എന്നോട് പറഞ്ഞു, ശരി നമ്മള് ഇപ്പൊ 2 പേര് കാട്ടിലും പോകാം, അവിടെ പോകുമ്പോൾ നമ്മൾ കപ്പിൾസ് ആണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും ഒബ്വിയസ്ലി. പക്ഷെ അതൊന്നും നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റില്ല. ഇതൊരു ഞാനിതുവരെ പോയിട്ടില്ല. കപ്പിൾസിരിക്കുന്നത് എന്ന് സംഭവിക്കുന്നത്. നമുക്ക് കംപ്ലീറ്റ്ലി ഇത് സർട്ടിഫിക്കറ്റ് കൂടെ കിട്ടണല്ലോ. അങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിലും നമ്മൾ ഇത്രയൊക്കെ കാണിക്കുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ നമ്മള് അതായത് ഇപ്പൊ ഞാൻ മരിക്കുന്ന ചിലപ്പോ സീനാവാം, അഖിലേട്ടൻ മരിക്കുന്ന സീനാവാം, അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ ഇങ്ങനെ ഒരു ഇന്റിമസി സീൻ വേണം. അതല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾ രണ്ടാളും എവിടെയോ നിൽക്കുന്ന 2 ആൾക്കാര്, ഇതൊന്നും നമ്മുടെ ഓഡിയൻസിലേക്ക് എത്തില്ല. അത് മനസ്സിലാക്കിയപ്പോ എനിക്ക് മനസ്സിലായി ഓക്കെ ഞാനിത് ചെയ്യണം. പിന്നെ എനിക്ക് തോന്നുന്നു കുറെ മീഡിയ ഹൈപ്പ് ഉണ്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇന്നത്തെ ഒരു ഇതിന്റെ ജനറേഷനിൽ ഞാൻ പറയാം, ഈ ഒരു കിസ്സിങ് സീൻ ആണെങ്കിൽ എല്ലാം ആണെങ്കിൽ ഇപ്പൊ എല്ലാവരും ഓക്കെ ആയി തുടങ്ങി. അതൊന്നും ഇത്ര ഡയറക്ടർ പഠിപ്പിച്ചത് പുറത്ത് നമ്മുടെ ഇംഗ്ലീഷ് മൂവികള് മിക്കതും ഒരു എനിക്ക് തോന്നുന്നു 90% മൂവികളിലും നമ്മളിപ്പോ ഞാനൊക്കെ പണ്ട് വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കാണുമ്പോ ശരിക്കും എന്റെ കൊച്ച് ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായത്. പക്ഷെ ഇപ്പൊ ഞാൻ ഫോർവേഡ് കൊടുക്കാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കാരണം അത് ഇതൊക്കെ വേണം, ഒരു മനുഷ്യന് ഇതൊക്കെ ആവശ്യമാണ്. പക്ഷെ ഇതിന്റെയൊക്കെ എക്സ്ട്രീം ലെവലില് അവന്റെ പ്രായത്തിലെത്തുമ്പോ അവനത് എന്താണോ തീരുമാനിക്കാം. ശരിക്കും നമ്മുടെ കേരളത്തില് അത്രയും വിഷയമില്ല. പക്ഷെ തമിഴ്നാട്ടിൽ നമുക്ക് അവിടെ മീഡിയക്ക് വന്ന് ഇത് തന്നെയായിരുന്നു ഫോക്കസ്. അപ്പൊ ഫാമിലിക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ അവിടെ ഭയങ്കര എനിക്ക് സത്യം പറഞ്ഞ ചോദിക്കണമെന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇത് അറിയില്ലേ? അല്ല ഞാൻ കണ്ടിരുന്നു, ഞാൻ കണ്ടിരുന്നു. വേറൊരു കാര്യം പറയാം, ഇതിന്റെ ഈ ലിപ് ലോക്ക് ഷൂട്ട് ചെയ്യുമ്പോ 2 ടേക്ക് 3 ടേക്ക് 4 ടേക്ക് പോയാലും പ്രശാന്ത് ഏട്ടനെ ഇഷ്ടപ്പെടില്ല. അപ്പൊ എനിക്ക് അവസാനം ഞാൻ ചോദിച്ചു, ചേട്ടനെ റിഹേഴ്സൽ കൊടുക്കണോ? പ്രശാന്ത് ഏട്ടൻ പറഞ്ഞു അല്ല ഞാൻ ആ റിഹേഴ്സൽ കൊടുത്തിരുന്നെങ്കിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞു എനിക്കറിയാം എന്റെ ആ വഴിക്ക് പോലും വരില്ല. ഇവരെന്നെ ഒരിക്കലും ഒരു പെണ്ണായിട്ട് വടിയെടുത്ത് ആ തല്ലിയിട്ടൊക്കെയാണ് അകലിനെ കൊണ്ട് ലിപ് ലോക്ക് ചെയ്യും. അതായത് സംഭവം ലിപ് ലോക്ക് സീക്വൻസ് 2 തവണ എന്നോട് പറഞ്ഞു, എടാ അടുത്ത ഷോട്ട് ലിപ് ലോക്കാണ്, സോങ്ങിലാണ്. ആ സോങ്ങിന്റെ ഇടയിൽ ലിപ് ലോക്ക് ചെയ്തോളാം, ഇന്ന പൊസിഷനിലേക്ക് എത്തുമ്പോൾ ലിപ് ലോക്ക് ചെയ്യണം എല്ലാം പറഞ്ഞു. ഓക്കെ, ആ പൊസിഷനിൽ എത്തുമ്പോ ഇങ്ങനെ വന്നിട്ട് അങ്ങ് മാറിപ്പോ. ഇങ്ങനെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ മീശന്റെ ഇവിടെ ടച്ച് ചെയ്യുള്ളൂ, ഞാൻ ഇവിടെ ടച്ച് ചെയ്യുള്ളൂ, ഉള്ളില്ലാത്തില്ല. പക്ഷെ നമുക്ക് അതേപോലെ പറ്റിക്കാൻ വരെ അവസാനം ഞാൻ ചൂടായി, കാരണം ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് വെച്ചു. അപ്പം എന്നോട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, അഭിലാഷേട്ടാ അവനെ വഴക്കുണ്ടാവില്ല, എന്നെ കണ്ടോ അതെന്താ സീരിയസ്ലി ഞാൻ പറയാൻ എന്റെ ഒരു ക്യാരക്ടർ അറിയുന്നവർക്ക്, അല്ലാത്തവർക്ക് അറിയില്ല, എന്റെ ക്യാരക്ടർ അറിയുന്നവർക്ക് ഇത് ഭയങ്കര കോമഡി ആയിട്ട് തോന്നുള്ളൂ. അതെന്താന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. എന്റെ ക്യാരക്ടർ പക്ക അറിയുന്നവർക്ക് ഇത് കോമഡിയാണ്.
അല്ലാതെ ഇത് അങ്ങനത്തെ ക്യാരക്ടർ അറിയുന്ന ആളിനെ കല്യാണം കഴിക്കും. ക്യാരക്ടർ കല്യാണം കഴിക്കരുത്, കല്യാണം കഴിച്ച ആൾക്കാരെ നിന്റെ ക്യാരക്ടർ അറിയാം. ജീവിതം ഈ ഇന്റർവ്യൂ അബദ്ധവശാൽ പോലും പുള്ളി കാണുകയും ചെയ്തത്. അല്ല, ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് ഇത്ര അഡ്വൈസ് തരാൻ എനിക്കൊരു കേസ് പറയും. അല്ല, കാലിക്കറ്റ് എന്തെങ്കിലും വരില്ല, അവിടെ ഇഷ്ടംപോലെ അടിപൊളി ഗൈനക്കോളജിസ്റ്റ്. ഓക്കെ, എനിക്ക് നമുക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും നമ്മുടെ മൂവിയുടെ കാര്യങ്ങളൊക്കെ കുറച്ച് സംസാരിച്ചത്. എന്തായാലും അതിനെ കുറിച്ച് ഒത്തിരി അധികം ഇന്റർവ്യൂസ് വന്നു, അതുകൊണ്ടൊക്കെയാണ് നമ്മൾ മറ്റു കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്ത് വന്നത്. അപ്പം നമ്മുടെ ഒരു ഔട്ട്റോകളെ പറഞ്ഞ് അപ്പൊ ഈ റൂട്ട് നമ്പർ 17 എന്ന് പറയുന്ന സിനിമ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? മലയാളികളായ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എല്ലാരും പോയി സിനിമ കാണാം. റിലീസ് ആയിട്ടുണ്ട് ഓൾറെഡി. എല്ലാവരും പോയി കാണാൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ. ഞങ്ങൾക്ക് ഫസ്റ്റ് മൂവിയാണ്. ഒരുപാട് എക്സ്പെക്ടേഷൻസും കാര്യങ്ങളുണ്ട്. വീട്ടിൽ നിന്ന് നേരെ തിയേറ്ററിൽ വന്ന് കാണാം. അപ്പൊ മാത്രമേ ഉള്ളൂ ആ ഒരു എക്സ്പീരിയൻസ്, മൂവിയുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഉറപ്പായിട്ടും ഞങ്ങളുടെ സിനിമ ഇപ്പൊ എല്ലാ തിയേറ്ററുകളിലും ഉണ്ട്. കേരള ഒട്ടാകെ ഒരു 26 തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ ചെന്ന് കാണണം. കാരണം തിയേറ്ററിൽ നല്ലൊരു അനുഭവം കിട്ടുന്ന സിനിമയായിരിക്കും. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ നല്ല അഭിപ്രായം പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു. പറഞ്ഞതൊക്കെ തന്നെ ഉള്ളൂ. വലിയ കൊട്ടിഘോഷിക്കപ്പെടുന്ന സാധനമല്ല, ഒരു നോർമൽ, നമ്മളെല്ലാരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നോർമൽ എന്റർടൈനർ ത്രില്ലർ. 2 മണിക്കൂർ കാണാൻ പറ്റുന്നത്. വലിയ വെൽ നോൺ ആർട്ടിസ്റ്റുകളൊന്നുമില്ല. ആകെ നിങ്ങൾക്ക് അറിയുന്ന ഹരീഷേട്ടൻ മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. ജിത്തൻ രമേശിനൊക്കെ ഇവർക്ക് അറിയുന്നുണ്ടാവില്ല. മദൻ സാറിന് അറിയുന്നുണ്ടാവില്ല. പോലീസ് ഓഫീസറായിട്ട് വേഷം ചെയ്ത മദൻ സാറിനെ. പക്ഷെ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ആസ്വദിക്കാൻ പറ്റും. ഒരു 2 മണിക്കൂർ അടുത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ള ഒരു ആകാംക്ഷയോടുകൂടി നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള ചെറിയ പടങ്ങൾ വിജയിച്ചാൽ മാത്രമേ ഇനിയും പടങ്ങൾ എടുക്കാൻ വേണ്ടി ആൾക്കാർ മുന്നോട്ടേക്ക് വരുള്ളൂ, ഈ ഇൻഡസ്ട്രി മുന്നോട്ടേക്ക് വളരുള്ളൂ. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. തമിഴ് സിനിമ എന്ന് പറയുന്നത് മലയാളികൾ കാലവും ഇരുകയും നീട്ടി സ്വീകരിച്ച സിനിമകൾ തന്നെയാണ് തമിഴ് സിനിമകൾ. അപ്പോൾ ഇതും നല്ലൊരു സിനിമയാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ മിസ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സോ മച്ച്.